ഇന്ന് വൈകിട്ടോടുകൂടി കുറെ കൂടി പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. എന്തുകൊണ്ട് അവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ കാണുന്നു, ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. കുറെ കൂടി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടെ ഉന്നതതല യോഗമൊക്കെ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ അവിടെ നടപ്പാക്കുകയും ചെയ്യും. നേരത്തെ രാജഗോപാൽ കമത്ത് സൂചിപ്പിച്ചതുപോലെ അവിടേക്ക് മെഡിക്കൽ എമർജൻസി സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ എത്തിക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അതൊക്കെ നമ്മളുടെ അത്തരം നടപടികളിലേക്കൊക്കെ വൈകാതെ അടുത്ത മിനിറ്റുകളിൽ കടക്കാൻ പോകുന്നു എന്നാണ് അവിടുത്തെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അവിടെ ലോറി കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അത് സുരക്ഷിതമായി അത് കരയ്ക്കെത്തിക്കണം. അതിൻ്റെ ക്യാബിനിലെ പരിശോധന നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബം, അവരുടെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ആഗ്രഹം, പ്രാർത്ഥന, അങ്ങനെ മുഴുവൻ മലയാളികളും കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ആഗ്രഹിക്കുകയാണ് അർജുൻ ജീവനോടെ തിരികെ വരുന്നത്. ആ കാഴ്ച കാണാൻ, ആ വാർത്ത കേൾക്കാൻ, ആ വിവരം അറിയാൻ കാത്തിരിക്കുകയാണ്. അവരൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മണിക്കൂറിൽ, ഈ തെരച്ചിലിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ 9ാം ദിവസം വളരെ നിർണായകമായ സൂചനകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ ട്രക്ക്, ലോറി അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പുഴയുടെ അടിത്തട്ടിൽ മൺകൂനകൾക്കുള്ളിൽ അത് കുടുങ്ങിയിട്ടുണ്ട്. അത് കരയ്ക്കെത്തിക്കാൻ നാവികസേനയുടെ വളരെ ദ്രുതഗതിയിലുള്ള അങ്ങേയറ്റം വലിയ സാഹസികമായ ജോലി അവിടെ പുരോഗമിക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യുന്ന ജോലി ഒരു ഭാഗത്ത് തുടരുന്നു. ആ വാഹനത്തിൻ്റെ പ്രൊഫൈലിന് തക്കതായ സിഗ്നലാണ് അവിടെ ഉള്ളത്. ആ സിഗ്നൽ ലഭിച്ച ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുകയാണ്. അതിനുശേഷം അത് പുറത്തേക്ക് സുരക്ഷിതമായി കരയിലേക്ക് ഒക്കെ എത്തിക്കാനുള്ള ജോലിയിലേക്ക് കടക്കും. അതിന് വേണ്ടുന്ന കൂടുതൽ സാങ്കേതിക വിദഗ്ധർ സൗകര്യങ്ങളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി നമ്മളുടെ സംഘത്തിലേക്ക് പോവുകയാണ്. ഹാഷ്മി, അരുൺ, ഷഫീദ്, ഇപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് കരയ്ക്കെത്തിക്കുക എന്നത് അതീവ ശ്രമകരമായ ദൗത്യമാണ്. അതിന് വേണ്ടുന്നത് ഒരുപക്ഷെ ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നുമല്ല. അത്തരം സൗകര്യങ്ങൾ, ആൾബലമൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ നമ്മളുടെ സഹപ്രവർത്തകരിലേക്ക് വരും. അവിടെ കനത്ത മഴ, കാറ്റൊക്കെ ഉണ്ട്. അതിനിടയിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അവരും മാറിയിട്ടുണ്ട്. നമുക്കറിയാം അതൊരു റിസ്കി ഏരിയയാണ്. നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഒരു ഷിരൂർ കുന്നുകളുടെ താഴ്വരയാണ്. അതുകൊണ്ട് അവിടെ അങ്ങേയറ്റം സുരക്ഷിതമായി വേണം ഈ ജോലികളൊക്കെ നടക്കേണ്ടത്. ഹാഷ്മി, ലൈനിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ ലോറി കരയിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ, അതിനു വേണ്ടുന്ന യന്ത്രസാമഗ്രികൾ, മനുഷ്യ വിഭവശേഷിയൊക്കെ എത്തിയിട്ടുണ്ടോ? അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവിടെ? ഇല്ല വിജയകുമാർ, ഇതിന്റെ ചുറ്റുവട്ടത്തായി അത്തരം ക്രമീകരണങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ കർണാടക സർക്കാർ ഇതിനു മുൻപ് ഈ സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ ഇതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിയിരുന്നു. അത് ആ രീതിയിൽ നമുക്ക് വാർത്തയായി കിട്ടാതിരുന്നതാണ്. കർണാടക സർക്കാർ ഈ സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനകത്തേക്ക് പോയ ആംബുലൻസ് അടക്കം അതിന് സൂചന തന്നെയാണ് ഞാൻ കാണുന്നത് വിജയകുമാർ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ രക്ഷാ സഹായങ്ങളുടെ ഉപകരണങ്ങൾ ആവശ്യമായി വരും എന്ന് തന്നെ ഈ സർക്കാർ വിചാരിക്കുന്നത് കൊണ്ടാണ് ആംബുലൻസുകൾ, ഒരു 2-3 ആംബുലൻസുകൾ നേരത്തെ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥ സംഘം അകത്തേക്ക് പോവുകയാണ് വിജയകുമാർ. MLA അടക്കം, കാർവാർ MLA അടക്കമുള്ളവർ വീണ്ടും അകത്തേക്ക് പോവുകയാണ്. കാർവാർ MLA അടക്കം MLAയുടെ സംഘം, അതിനു മുമ്പ് ഒരു ചീഫ് സെക്രട്ടറി തല ഉദ്യോഗസ്ഥലത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ ഉദ്യോഗസ്ഥ സംഘം കൂടുതൽ കാറുകൾ അകത്തേക്ക് പോകുന്ന കാഴ്ചകൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഏത് രീതിയിലാണ് ആ ട്രക്കിനെ കണ്ടെടുത്ത് ട്രക്ക് അതിൽ നിന്ന് പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് ഉറപ്പായും അതൊരു ഭഗീരഥ പ്രയത്നമാണെന്ന് അതിൽ തർക്കമില്ല. പക്ഷേ നേവിക്കും ആർമിക്കും ഒക്കെ തന്നെ അത്തരം ഓപ്പറേഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനുള്ള സജ്ജീകരണം കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിങ്ങർ, സ്ലിങ്ങർ പോലെയുള്ള ചില ടെക്നിക്കൽ പദാവലികൾ പ്രയോഗിക്കുന്ന ഇത് വലിച്ചു കയറ്റാനുള്ള വടം, കമ്പികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ട്രക്കാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, അതിനെ അവിടെ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും. കാര്യം ഇത് കേവലം ഒരു ലോറി മാത്രമല്ല വിജയകുമാർ. നമ്മുടെ പ്രതീക്ഷ ഇത് പുഴയ്ക്കുള്ളിലായിരുന്നില്ല, ഇത് നദീതീരത്തോട് ചേർന്നാണ്. കമന്റ് ബോക്സിലേക്ക് ഒന്ന് നോക്കൂ വിജയകുമാർ. അവിടെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിസ്സഹായന്റെ അങ്ങേയറ്റത്തെ ഒരു വിലാപസ്വരത്തിൽ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിനൊന്നാകെയുള്ള പ്രാർത്ഥനകളുണ്ട്. നമ്മളിപ്പോൾ എത്രത്തോളം പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് നമ്മുടെ തലച്ചോർ നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ യുവാവ്, ആ 30-കാരൻ, ആ തീയിൽ കുരുത്തവൻ എന്നൊക്കെ ഉറപ്പായും പറയാം. കാര്യം ഈ അർജുൻ എന്ന് പറയുന്നത് ആ വീടിന്റെ നട്ടെല്ലാണ്.
ആ സഹോദരനെ പഠിപ്പിച്ചവനാണ്, സഹോദരിയെ പഠിപ്പിച്ചവനാണ്. ഒരു വീടിന്റെ വിളക്ക് നട്ടലെന്നൊക്കെ പറയാവുന്ന അർജുൻ ജീവനോട് കൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനകൾ മുഖരിതമാകും. നമ്മുടെ കമന്റ് ബോക്സ് മാത്രമല്ല, കേരളത്തിന്റെ ഓരോ വീട്ടകങ്ങളിലും ആ പ്രാർത്ഥനയുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം. വിജയകുമാർ, അപ്പോൾ ആ പ്രാർത്ഥന പ്രകാരം ഒരു ജീവൻ രക്ഷാ സഹായം ആവശ്യമുണ്ടോ എന്ന് സർക്കാരും കരുതുന്നു വേണം മനസ്സിലാക്കാൻ വിജയകുമാർ. അതുകൊണ്ടാണ് ആംബുലൻസുകളടക്കം അകത്തേക്കുള്ളത്. അതുകൊണ്ട് ഇത് കേവലം ഒരു ലോറി മാത്രമല്ല, ലോറി കണ്ടെത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുൻ അതിലുണ്ടോ എന്നുള്ള പരിശോധനയിലേക്ക് പോകണം. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഇതിന് ചുറ്റുവട്ടത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാർവാർ MLA അടക്കമുള്ളവർ അകത്തേക്ക് പോകുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥ സംഘം അകത്തേക്ക് പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനം സ്ലിംഗർ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കുക എന്നുള്ളതായിരിക്കും ആദ്യ സ്ട്രാറ്റജി. അതിനാവശ്യമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നേവിയുടെ പക്കൽ തന്നെ അതിൻ്റെ പ്രാഥമികമായി ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് വിജയകുമാർ. എന്തായാലും ഈ 9-ാം നാൾ നമുക്ക് ഈ പറയുന്ന ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ 9-ാം നാൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം, അവിടെ ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നുള്ളത് തന്നെയാണ്. അത് ലോറിയാണ് എന്നുള്ളത് കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ദൗത്യസംഘം ഏറ്റവും സജ്ജമായിരിക്കും എന്നുള്ളതാണ്. അതിനിടയിൽ പെരുമഴ, കാറ്റൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷെ കാറ്റ് പെയ്യുമ്പോഴും മഴ പെയ്യുമ്പോഴും അത്തരത്തിൽ ആ രക്ഷാദൗത്യം അവസാനിക്കുന്നില്ല. അതങ്ങനെ അനശ്യൂതം ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ഇന്നലെയും ഇന്നുമായി നടത്തിയ രക്ഷാദൗത്യം അങ്ങേയറ്റം നിസ്തുലമാണെന്ന് പറയാതെ പോയ വിജയകുമാർ, നമ്മൾ ഈ ദിവസങ്ങൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നമ്മൾ ആദ്യഘട്ടത്തിൽ നിസ്സഹരണവും സങ്കടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മെഷീന് വേണ്ടിയുള്ള യാചനയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നുമായി ഇതൊക്കെ മാറി, ആ മാന്ദ്യമൊക്കെ മാറി, ആ ദാരിദ്ര്യമൊക്കെ മാറി, ആവശ്യത്തിന് യന്ത്ര സംവിധാനങ്ങളൊക്കെ എത്തി, ആവശ്യത്തിന് ആൾ സഹായം എത്തി. എന്തിനുമേതിനും പിന്തുണയായി കാർവാർ MLA കട്ടക്ക് നമ്മുടെ കൂടെ നിന്നു. ഇവിടെ ജില്ലാ കളക്ടർ ഏറ്റവും ഒടുവിൽ പൂർണ്ണമായി സഹകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചോദിച്ചു. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ബൂമർ എന്ന് പറയുന്ന ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും ഒരു ഹീറോ എന്നൊക്കെ പറയാവുന്ന ആ യന്ത്ര സംവിധാനം ഇന്ന് രാത്രി എടുത്തുമെന്ന് കരുതി, പക്ഷെ വന്നില്ല. ഇന്ന് ഉച്ചയോടുകൂടി അതിവിടെ എത്തി. എല്ലാം കൂടെ ചേർന്നു, എല്ലാ ഫാക്ടേഴ്സും ഒരുപോലെ ചേർന്നു, എല്ലാ ഘടകങ്ങളും ചേർന്നപ്പോൾ ഒരു പോസിറ്റീവ് വാർത്ത, ഒരു ശുഭവാർത്ത എന്ന് ഞാനിപ്പോൾ കരുതുന്നു. ഒരു ശുഭവാർത്ത പ്രേക്ഷകർക്ക് നൽകാൻ നമുക്ക് ഈ സമയത്ത് കഴിയുന്നു. അതിന്റെ സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഏറ്റവും പ്രധാന വിജയകുമാർ, ഇവിടുത്തെ അഡീഷണൽ ഡിവിഷണൽ മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥല സംഘം അങ്ങോട്ടേക്ക് പോകുന്നു. അത് എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാവുക. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ നിൽക്കലാണ്. ഇവിടെ അങ്ങനെ ഉദ്യോഗസ്ഥരൊന്നും അങ്ങനെ അകത്തേക്ക് പോയിട്ടില്ല. മാത്രമല്ല കാർവാർ SP P നാരായണ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. P നാരായണ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം MLA അടക്കം കാർവാർ MLA അകത്തേക്ക് അല്പസമയത്തിന് പോയി. അല്പസമയത്തിനകം കാർവാർ MLA പുറത്തേക്ക് വരും. കാർവാർ MLA ആണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥമായ വിവരങ്ങൾ കൃത്യമായിട്ടാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. അല്പസമയത്തിനകം MLA യിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. ഇതിനു മുമ്പ് എന്ന് പറയും ഈ സ്ഥിരീകരണം വരുന്നതിന് മുൻപ് കാർവാർ MLA യോട് പ്രതികരണം ആരായുമ്പോൾ കാർവാർ MLA പറഞ്ഞത്, നേവിക്കും ആർമിക്കും നമുക്കും ഏതാണ്ട് ഒരേ സിഗ്നൽ കിട്ടി. ഏതാണ്ട് ഈ 2 സിഗ്നൽ തേടിയ പരിശോധനയിൽ നിർണായകമായ ചില സൂചനകളുണ്ട് എന്ന് ചില കാര്യങ്ങൾ പൊതിഞ്ഞ് പറയാതെ പറയുന്നുണ്ടായിരുന്നു കാർവാർ MLA. അത് ഈ സോണാർ നൽകിയ സിഗ്നലും റഡാർ നൽകിയ സിഗ്നലും ഏതാണ്ട് ഒറ്റ സ്ഥലത്തെ സിഗ്നൽ തന്നെയാണ്. അതാകട്ടെ വളരെ ശക്തമായ സിഗ്നലാണ്. അത് കിട്ടിയതാകട്ടെ ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രി ആ സിഗ്നൽ കിട്ടിയതിന് പ്രകാരം തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ അതിന്റെ പരിശോധന. ഞാൻ രാവിലെ ഈ ഗംഗാവലി പുഴയ്ക്ക് അങ്ങേ തലക്കലായിരുന്നു വിജയകുമാർ.